നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ അതാ 2-3 ആൾക്കാർ ഇടയ്ക്ക് ഇങ്ങനെ പറയലുണ്ട് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അധികം അങ്ങനെ ചെയ്യലില്ലല്ലോ, എന്നാലും ചെയ്യാതിരിക്കലൊന്നുമില്ല കേട്ടോ. എന്നാലും കൂടുതലും മറ്റുള്ള വീഡിയോസാണല്ലോ ചെയ്യൽ. അപ്പോൾ അതാ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി ഈ ഗുഡ്സ് വണ്ടിയിൽ കാക്ക പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ ക്യാരറ്റ് വിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഒരു 4-5 കിലോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി മോൾക്ക് കൊടുക്കുക, പകുതി നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പകുതി എടുത്തിട്ട് ഞാനിതാ നമ്മുടെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് തന്നെ കണ്ടത്. പിന്നെ ഇതാ കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ അതാ രാവിലെ തന്നെയാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ. രാവിലെ ചായൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ചെടുത്തിട്ട് ഇത് ക്യാരറ്റ് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നല്ലോണം കഴുകിയിട്ട് അല്ല കേട്ടോ ഞാൻ വെക്കുന്നത്, അച്ചേൽക്ക് തന്നെ എടുത്തിട്ട് ഞാൻ ആ പാത്രത്തിലിട്ട് വെക്കുകയാണ്. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ബോക്സിൽ അടച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കിട്ടും കേട്ടോ, കേട് വരാതെ. ക്യാരറ്റ് അല്ലെങ്കിൽ ചീഞ്ഞ് പോലും ചുരുണ്ട് പോലൊക്കെ ആണല്ലോ നമ്മൾ അതേ ടൈപ്പിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതാ മട്ട അരി കഴുകിയിട്ട് ചോറ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ മക്കൾ ഇന്ന് വരും കേട്ടോ, മോളും കുട്ടികളും പിയാപ്പിളും എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ചോറ് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ വെച്ചാൽ ഒരുപാടൊന്നുമില്ല. മോള് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് ഇനി മണാലിയിലേക്ക്. അത് കഴിഞ്ഞ് വന്ന് വരുന്നതിൻ്റെ തലേന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, ബീഫും സാധാ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ബീഫ് കറി വേണമെന്ന് മസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അതാ കാക്ക രാവിലെ പോയി ബീഫൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞാനിതാ മുറ്റടിച്ചാരലും അങ്ങനത്തെ പണികളാണ് കേട്ടോ. ചായ കൂടി കഴിഞ്ഞ് കാക്ക പോയതിൻ്റെ ശേഷമാണ് ഞാൻ മുറ്റടിച്ചാരാൻ ഇറങ്ങിയത്. ഞാൻ എപ്പോഴും പറയില്ലേ ദിവസം 3 നേരമൊക്കെ മുറ്റടിച്ച് കാരണം. അപ്പോൾ അതുകൊണ്ട് ഇതാ ഫസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ചെയ്യും. 3 നേരം ഉച്ചക്കൊന്നും ഞാൻ അടിച്ചാറില്ല, വൈകുന്നേരം ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഉച്ചക്ക് ഈ ഇലകളൊക്കെ പെറുക്കി കളയാട്ടോ ചെയ്യുക. എല്ലാ സമയം ഇങ്ങനെ അടിച്ചു തരാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരൽ കഴിഞ്ഞ് ചെടിയൊക്കെ ഉണ്ട് ഇനി കുറച്ച് നനയ്ക്കുക. മഴ പെയ്യുമെന്ന് വിചാരിച്ച് കാത്തുനിന്നാണ് കേട്ടോ. ചെടി നനയ്ക്കാതെ മഴ ചെയ്താൽ പിന്നെ നല്ല ഉഷാറായിട്ട് നമ്മൾ നനയ്ക്കുന്നതിനെക്കാളും നല്ലതിൽ വെള്ളം കിട്ടുമല്ലോ. പക്ഷേ മഴ മഴ പെയ്തില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ മഴ പെയ്യാതെ ആ ചൂടിനൊക്കെ ഒരു കുറവുണ്ട് ഇങ്ങനെ മഴ പെയ്യുന്നതിനെ കൊണ്ട്. പിന്നെ ഇതാ കുറച്ച് സമയം കഴിഞ്ഞ് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മൾ നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചത് ഇതാ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചോറ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഞാൻ നല്ലതാണ് പറയല്ലേ, ഉപ്പിട്ടാൽ ചോറിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് വെച്ചാൽ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ള പോലെ തോന്നും ഉപ്പും കൂടി ചേരുമ്പോൾ. ഒരുപാടായി പോണ്ട, ശ്രദ്ധിച്ചാൽ മതി. ഈ കവറിൽ കെട്ടിയേക്കണം കേട്ടോ മോക്ക് കൊടുക്കുന്നത്. അത് ഞാൻ വേഗം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ബാക്കിയുള്ളത് ഇങ്ങനെ വേറെ പാത്രത്തിൽ അങ്ങനെ ആക്കി വെക്കുകയാണ് ഓരോന്നും. അപ്പോൾ ആ മാമ്പഴ പുളിശ്ശേരിൻ്റെ ആ മാങ്ങ ഇടയ്ക്ക് അതെടുത്ത് ഓരോന്നെടുത്ത് തിന്നണമുണ്ട്, ബാക്കി ആവുമായിരിക്കും കറി വെക്കാൻ. പിന്നെ അതാ ബീഫും ഉണ്ട്, ചിക്കൻ പൊരിക്കുക, ബീഫ് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ മട്ട അരി. അതുകൊണ്ട് ഇതാക്കാക്ക സാധാ കുറുവരി, ഇവിടെ കൂടുതലുള്ള മട്ട അരിയാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കൽ. അപ്പം സാധാരണ കുറുവരി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടേനി. പക്ഷേ അപ്പോഴേക്കും ഞാൻ അരി കുതിർക്കാനൊക്കെ വെച്ചിട്ടുണ്ടേനി, കൊണ്ടുവരും എന്നുള്ള ഒരു ഐഡിയ ഇല്ലേ ഇനി. അപ്പോൾ അതുകൊണ്ട് അതന്നെ മട്ട അരി തന്നെയാണ് കേട്ടോ, കുറുവരി എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടേനി. അപ്പോൾ അടുത്ത പണി തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് പാത്രങ്ങളുണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചതിന് ശേഷം പണി തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ പാത്രങ്ങൾ അടുക്കളയിൽ നിറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ ഒഴിച്ച് കഴുകുകയൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചീര 2 ദിവസം മുമ്പേ വാങ്ങിയത് ആ കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനി. അത് ഉപ്പേരി വെക്കണം. ഞാൻ പറയലില്ലേ ചീരൻ്റെ ഒരു ഫാനാണ് ഞാനെന്ന്. അപ്പോൾ ചീര നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനോട് തന്നെ നല്ലോണം കഴുകണം. ഒരു 3-4 വട്ടമൊക്കെ നല്ലോണം ഒലുമ്പി കഴുകണം കേട്ടോ. അത് ചിലപ്പോൾ പൊടിയോ അഴുക്കോ പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് ചില സമയത്ത് ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ കഴുകും. ഇന്നിപ്പോൾ അതൊന്നും ചെയ്യില്ല കേട്ടോ. കുറേ പ്രാവശ്യം അങ്ങനെ ഇതേപോലെ കൂടുതൽ വെള്ളത്തിൽ ഇങ്ങനെ ഒലുമ്പി കഴുകുക ചെയ്യുന്നത്. എന്നിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ട് അത് തേങ്ങ ഒതുക്കിയിട്ടിട്ട് അങ്ങനെ ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്താ ബീഫ് കൊണ്ടുവന്നിട്ട് ഒരുപാടല്ല, 1 കിലോ ബീഫേ ഉള്ളൂ. പിന്നെ അത് വലിയ പീസാണ്, അതൊന്ന് ചെറുതാക്കണം. അപ്പോൾ കത്തി മൂർച്ച കുറഞ്ഞതിനെ കൊണ്ട് ഞാനിതാ ആ ഒരു നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലിട്ടിട്ട് ഇങ്ങനെ ഒരുതിയിട്ട് മൂർച്ചം കൂട്ടിയതാണ്. പിന്നെ ഇതാ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് പച്ചക്കായും ഉരുളക്കിഴങ്ങും തക്കാളി ഉള്ളി പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ബീഫിലേക്ക്. അപ്പോൾ കറിയാണ്, കറി വെച്ചാൽ നല്ല ലൂസ് കറിയല്ല, ഒരു ഇത്തിരി ടൈറ്റുള്ളതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, പുതിന അതൊക്കെ കുറച്ച് ഇടും കേട്ടോ. മല്ലിയിലയും പുതിനയൊക്കെ ഈ വേവിക്കുമ്പം തന്നെ ഇടും. പിന്നെ ലാസ്റ്റ് ഇറക്കാൻ നേരം ഇടും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഈ മുളക് പൊടി ഞാൻ സാധാരണ ബീഫ് കറിയിൽ ഇടലില്ല, കുരുമുളക് പൊടിയാണ് ഇടുക. പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്.
കുരുമുളക് പൊടിയും പിന്നെ വലിയ ജീരകം പൊടിച്ചതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബീഫ് മസാല നല്ലതാണ് കേട്ടോ. ബീഫ് മസാല ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ബീഫ് കറിക്ക്. ബീഫ് മസാല ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിതാ കുറച്ച് സാധാ നമ്മളെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് കൂടുതൽ വേണ്ട, കുറച്ച് മതി. പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ സാധാരണ ബീഫ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറി വെക്കൽ. ബീഫ് വരട്ടാനാണെങ്കിലും കറി വെക്കാനൊക്കെ ഈ മെത്തേഡ് തന്നെ ചെയ്യൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടാൻ മറന്നു കിട്ടും. അതിന് ശേഷം കുഴച്ച് പിന്നെ വീണ്ടും എടുത്തിട്ട് അത് കുറച്ച് ഇടുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഫ്രഷായിട്ട് ചതച്ചിട്ട് ഇടുന്നതന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്മെല്ല് വ്യത്യാസം ഉണ്ടാവുമല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കൂടുതൽ പണികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെക്കൽ. അല്ലെങ്കിൽ ഞാൻ അപ്പം എടുത്ത് വെക്കലാണ് ചെയ്യൽ. പിന്നെ അതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ നല്ലോണം ചതച്ചിങ്ങനെ കേട്ടോ. പിന്നെ അതാ പാകത്തിനുള്ള പൊടിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതാ ഇപ്പം ചേർക്കുന്നത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ ഫ്രൈ മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ മസാലപ്പൊടി വാങ്ങുമ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈൻ്റെ മസാല ഒന്നും വാങ്ങലില്ല. അപ്പം മാറിപ്പോയതുകൊണ്ട് അതിപ്പോൾ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ചേർക്കലുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു ചെറുനാരകൻ്റെ നീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുനാരകൻ്റെ നീരിനെക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ സുർക്ക ചേർത്താലാണ് കേട്ടോ. വിനാഗിരി ഉണ്ടല്ലോ അത് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിങ്ങനെ നല്ലോണം കൈ വെച്ച് കുഴച്ചിട്ട് അത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വൈകുന്നേരമാണ് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ആക്കി വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ കേട്ടോ അത് ചെയ്ത് വെക്കുന്നത്. ലാസ്റ്റാണല്ലോ ചിക്കൻ പൊരിക്കുക. എന്നിട്ട് നമ്മൾ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ എരിവും പുളിയും മസാലയൊക്കെ നല്ലോണം അതിലേക്ക് ചേരും. പിന്നെ അതാ കൂടുതൽ നമുക്ക് ക്യാരറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ഇതാ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നാൾ വെക്കണ്ട, എന്നാലും കുറച്ച് ദിവസമൊക്കെ നിൽക്കും കേട്ടോ. 1-2 ആഴ്ചയൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് എടുത്ത് ജ്യൂസ് അടിച്ച് പാലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെടും ആർക്കും. അപ്പോൾ ഈ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരു 1-2 ഏലക്കായ കൂടി ചേർത്താൽ മതി. അല്ലെങ്കിൽ ഒരു തുള്ളി വാനില എസൻസ് ചേർത്താലും മതി. പക്ഷേ അതിനെക്കാളും നല്ലത് ഏലക്കായ തന്നെയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണല്ലോ ഏലക്കായൻ്റെ. അപ്പോൾ അതാ ഞാനിതിലേക്ക് പഞ്ചസാരയും പാലും ഈ ക്യാരറ്റ് പുഴുങ്ങിയുണ്ടല്ലോ അതും കൂടി എടുത്ത് തണുത്തതാണ് കേട്ടോ. അത് ചൂടാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പാലും കൂടി ഒഴിച്ച് അങ്ങനെ ജ്യൂസ് അടിക്കുകയാണ്. ഒരു 2-3 ബാച്ചാക്കിയിട്ട് അടിക്കാൻ മാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ വരുമ്പോൾ അവർക്ക് ഫസ്റ്റ് തന്നെ ഇത് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഏതായാലും ക്യാരറ്റ് ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ക്യാരറ്റ് ജ്യൂസ് തന്നെ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്നില്ല, ബാക്കി ഞാൻ നല്ല കാണിച്ചില്ല. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും ഞാൻ ബാക്കിയുള്ള ക്യാരറ്റും കൂടി പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്നലെ എനിക്കൊരു രാത്രി ഒരു ഗസ്റ്റ് വന്നപ്പോൾ 2-3 ആൾ വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതെടുത്ത് വേഗം ജ്യൂസ് അടിച്ച് കൊടുക്കുക വെച്ചാൽ അവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് എന്ത് ജ്യൂസാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജ്യൂസ് അടിച്ച പാടന്നെ ഞാനും കാക്കി ഓരോ ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. കുറേ നേരമായില്ല ഈ മാങ്ങ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ കറി വെച്ച് കളയാമല്ലേ. ഇനി ഇങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നാട്ടുമാങ്ങയാണ് കേട്ടോ അത്. നാട്ടുമാങ്ങ ഞാൻ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിൻ്റെലയും ഒരു 2 പച്ചമുളകും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്നതിന് മുമ്പേ തൊലി കളഞ്ഞിട്ട് ആ കൈ വെച്ചിട്ട് ഒന്ന് ഞാൻ റെഡി കൊടുക്കണം കേട്ടോ. മാങ്ങ ഞാനത് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യണം. എങ്കിലേ ഉള്ളൂ പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ക്ലീനിങ് ഉണ്ട് കുറച്ച്, അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് അതൊക്കെ രാവിലെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബീഫ് ചിക്കനൊക്കെ കൊണ്ടുതരാൻ വേണ്ടി കാക്ക വന്നപ്പോഴാണ് ഞാൻ ജ്യൂസൊക്കെ കൊടുത്തത്. അത് കഴിഞ്ഞ് കാക്ക പോയി. പിന്നെ ഞാൻ അത് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ രാവിലെ തന്നെയാണ് ഇത് കേട്ടോ. അത് ഒരു 10 മണി 10:15 സമയമാണ്. അപ്പോൾ പിന്നെ തീരെ അവിടെയും ഇവിടെയും ഒന്നും നോക്കിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പണി കഴിച്ച് ഒരു എന്താ പറയുക പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മക്കളൊക്കെ വരിക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ വെള്ളിയാഴ്ച പൊലച്ചക്കാണ് കേട്ടോ ഒരു മണാലിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കിടന്നുറങ്ങിയൊക്കെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോഴേക്കും ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അതാണ് ഈ നേരത്തെ വേഗം പണി കിച്ചണിലെ പണി പകുതി ഇട്ടിട്ട് ക്ലീനിങ്ങിലേക്ക് വന്നത്. അപ്പോൾ അതാ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് അടിച്ച് ക്ലീനാക്കി തുടയ്ക്കണം. അത് തലേന്ന് തുടയ്ക്കാത്തതുകൊണ്ട് ഇന്ന് എന്തായാലും തുടയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അങ്ങനത്തെ കുറച്ച് ചില്ലറ പണികളുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റണം, സോഫേൻ്റെ കവർ തട്ടി വിരിക്കണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ് ഇന്നുള്ളത്. ഹാർഡായിട്ടുള്ള പണിയല്ല, ലൈറ്റായിട്ടുള്ള പണി തന്നെ എടുക്കുന്നുള്ളൂ. അത്യാവശ്യം ഒരു ക്ലീനിങ് നമ്മൾ വാഷ് ബേസിന് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ടവലും ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അതും നമ്മളെപ്പോഴും കൈ തുടയ്ക്കുക മുഖം തുടയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ ആ ഒരു വൃത്തികേടൊന്നും അതിനുണ്ടാവരുത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നത്. അപ്പോഴേക്കും ഇതാ ഇക്കാക്ക വന്നിട്ട് വീണ്ടും
വീട്ടിലേക്ക് ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള ഗസ്റ്റ് അല്ല, നമ്മളെ വീട്ടിലുള്ളവർ തന്നെയാണ് വരുന്നതെങ്കിലും വീടൊക്കെ ഒന്ന് ക്ലീനായി കിടക്കണമല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ മക്കളൊന്നും വൃത്തികേടാക്കാനൊന്നുമില്ല, എന്നാലും നമുക്കൊരു തോന്നലാണല്ലോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വൃത്തികേട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ ഭാഗവും വീണ്ടും ഒന്നും കൂടിയൊക്കെ തുടച്ച് ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, കൂടുതൽ എടുത്ത് വിചാരിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എപ്പോഴും നല്ല വീട് വൃത്തിയായി കിടക്കും, അതേ ഉള്ളൂ. പിന്നെ നമുക്ക് എടുത്ത പണി തന്നെയാണ് ഈ എടുക്കണത്, അങ്ങനെ ഒരു ചടപ്പും ഉണ്ടാവും കേട്ടോ. നമുക്ക് ഡെയിലി ഈ പണി തന്നെയാണല്ലോ എടുക്കണത്. അപ്പോൾ അത് അങ്ങനെ ഒരു വിചാരമില്ലാതെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിരിക്കണം. ആരെങ്കിലും വരുന്നാലും നമുക്കാണെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവണം എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടി നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നമുക്കതൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല കേട്ടോ. പണികളൊന്നും എന്നും എടുക്കണതല്ലേ എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെ വീട് നല്ല വൃത്തിയാണ്, നമ്മളെപ്പം ക്ലീൻ ചെയ്താലോ എന്നുള്ളൊരു ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്നും പണിയെടുക്കാൻ തോന്നുകയും ചെയ്യും. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം പോക്കുന്നതിനെക്കാട്ടി നല്ലതാണ് മറ്റ് ജോലികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ലീനാക്കി കൊണ്ടിരിക്കണത് നല്ല തന്നെയാണ്. പിന്നെ അതേപോലെ ഞാൻ മുമ്പൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഡെയിലി ഒരു അരമണിക്കൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലീനിങ് ഞാൻ അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് എടുത്തു വെച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഓരോ ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഒക്കെ ജോലിക്ക് പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും തട്ടിപ്പടഞ്ഞ് പണിയെടുത്ത് അങ്ങനെ ഓടലാണല്ലോ മിക്ക പണിക്ക് പോകുന്ന ആളുകളും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെ ഓരോ ദിവസം ഓരോ പണി ചെയ്യുമ്പോൾ നമ്മളെ മൊത്തത്തിലുള്ള പണിയും കഴിയും. പിന്നെ മൊത്തത്തിൽ നമ്മളെ വീട് ക്ലീൻ ആവുകയും ചെയ്യും. പിന്നെന്താ പറയുക, ഒരു ദിവസം എല്ലാം കൂടി വാരി വലിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എന്ത് പണിയെടുക്കുമ്പോഴും നമ്മളെ കൂട്ടത്തിൽ വീട്ടിലുള്ളവരും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ്. നമുക്ക് ഒരുപാട് പണിക്ക് ഒരാക്കുണ്ടാവും കേട്ടോ. അത്ര ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ജോലിക്ക് പോണ ആളുകൾ. അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് അരപ്പ് റെഡിയാക്കുകയാണ്. കുറച്ച് തേങ്ങ ഞാൻ തലേന്ന് തന്നെ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയിലേക്ക് 2-3 ചുവന്നുള്ളിയും കുറച്ച് ചെറിയ ജീരകവും ചേർത്തിട്ട് നല്ലോണം അരച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. കൂടെ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ആദ്യം ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിൻ്റെ ശേഷം അത് ഓഫാക്കി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ തൈര് ചേർക്കുന്നത്. കാരണം എന്താ വെച്ചാൽ തൈര് ചൂടോട് കൂടി ചേർത്താൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്ടായി വെച്ചിട്ട് അങ്ങനെ ആയാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇതൊരു സൈഡ് ഡിഷായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തൈരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മിൽമൻ്റെ തൈരായിട്ടാണ് തോന്നുന്നു, തീരെ പുളിയില്ല, കുറച്ച് പുളിയുള്ള തൈരാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ എരിവും പച്ചമുളകിൻ്റെ എരിവും പിന്നെ ആ മാങ്ങേൻ്റെ മധുരവും എല്ലാം കൂടി ആയിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. പിന്നെ അത് വറവിടുകയാണ്. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെലും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചീര ഉപ്പേരി വെക്കുന്നത്. ചീര ഉപ്പേരി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അത് വെച്ച് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഒതുക്കിയിട്ട് ആണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. ഇക്കാക്ക ഞാൻ നേരത്തെ പറഞ്ഞില്ല വന്നീനെന്ന്, അപ്പോൾ ആ സമയത്ത് ചീര അരിഞ്ഞ് തന്നാണ് കേട്ടോ. ഇക്കാക്ക അരിഞ്ഞതിനോട് അത്ര നല്ല ഭംഗിയിൽ കിട്ടിയത്. ഞാനാകുമ്പോൾ കുറേ വലുതും ചെറുതൊക്കെ ആയിട്ടുണ്ടാവും. ചീര പിന്നെ അത്ര ഭംഗിയൊന്നും വേണ്ടല്ലോ അരിയാൻ, അത് എല്ലാം കൂടി ഇട്ട് പെട്ടെന്ന് താളുമല്ലോ. അപ്പോൾ അത് ആ ചീരൻ്റെ ഉപ്പേരിയും സെറ്റാക്കുകയാണ് കേട്ടോ. ആ ഒതുക്കിയ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്, അധികം വേവൊന്നുമില്ലല്ലോ ചീരക്ക്, അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഈ ചീര ചില സമയത്ത് വാങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഇളയ ചീര ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ചീര അങ്ങനെ പറിച്ച് പിന്നെ മൂപ്പ് വരുമ്പോൾ ടേസ്റ്റ് കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചിക്കന് നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടില്ല, അത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പോൾ നല്ല റേറ്റാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 300 എത്രയാണ് കേട്ടോ ലിറ്ററിന്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കരുതി ഉപയോഗിക്കുക കേട്ടോ. കൂടുതൽ നമ്മൾ വെളിച്ചെണ്ണ അല്ല അധികം നമ്മൾ ഭക്ഷണത്തിൽ പാചകം ചെയ്യാനൊക്കെ എടുക്കല്. അപ്പോൾ വെളിച്ചെണ്ണ ഒരു ഇതിലും പാഴായി പോകണ്ട. പിന്നെ ബീഫ് കറിയും ചോറ് ഒക്കെ വെന്തിട്ടുണ്ട്. ബീഫ് റെഡിയായി. ബീഫൊക്കെ ഞാൻ നേരത്തെ വെച്ച് പിന്നെ ചിക്കൻ പൊരിച്ച് ചീരപ്പേരി വെച്ച് കുറച്ച് പപ്പടവും പൊരിച്ചിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങ് കൂടി അവർ വന്നാൽ മതി, എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ പോകാനുള്ള സമയമായപ്പോൾ കാക്ക ആ ഊത് എടുത്ത് പോകിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് പെരുന്നാളിൻ്റെ ആ സമയത്തല്ലേ വാങ്ങിയത്, ആ സമയത്ത് തന്നെയാണ് വാങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കത് പോകിക്കലുണ്ട് കേട്ടോ. ഇതിൻ്റെ ആൾ കാക്ക തന്നെയാണ് കേട്ടോ. ചില സമയത്ത് മൂന്തി വരാം, കാക്ക നേരത്തെ വരികയാണ് മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ പോകിക്കും. അല്ലെങ്കിൽ അതേപോലെ കാക്ക വീട്ടിലുള്ള സമയത്താണ് കേട്ടോ അധികം. ഞാനതേപോലെ മെനക്കെടില്ല. കാക്കന്നെ എടുത്ത് വെക്കലും എടുക്കലും പോയിക്കലും ഒക്കെ കാക്കൻ്റെ പണി തന്നെയാണ്. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത്
നമ്മൾ ഊത് പുകയിച്ച് കഴിഞ്ഞാൽ ജനാലയൊക്കെ നല്ലോണം അടച്ചിടുകയാണെങ്കിൽ ആ സ്മെല്ല് നമുക്ക് രാത്രി വരെ കിട്ടും കേട്ടോ. അല്ല നമ്മൾ ജനാലൊക്കെ തുറന്നിട്ട് വാതിലൊക്കെ തുറന്നിട്ട് ഫാനൊക്കെ ഇട്ടാൽ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് പോകും. അപ്പോൾ കാക്ക എല്ലാ സ്ഥലത്തും പുകയിച്ചിട്ട് ജനാലയൊക്കെ നല്ലോണം ജനലിൻ്റെ കർട്ടനൊക്കെ താത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ നല്ല നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്കാക്ക തന്നെ പുകയ്ക്കുന്ന എല്ലാ സ്ഥലത്തും നടന്ന് സെറ്റാക്കിക്കോളൂ കേട്ടോ. ആ പുക എല്ലാ ഭാഗത്തും ഞാൻ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അതും പോയിക്കോളും. നല്ല സ്മെല്ല് എല്ലായിടത്തും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യുന്നൊരു സ്മെല്ലുള്ള ഊതാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചില്ലേ, കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് എന്നാട്ടോ ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഇതാ പള്ളിയിൽ നിന്ന് കാക്ക ഇറങ്ങി വരുന്ന സമയത്ത് ഇതാ ഓലയും കൂട്ടിയിട്ടാട്ടോ വന്ന് ഓലെല്ലാവരും കൂടി ഇതാ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ബേബി ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതാ എനിക്ക് ഇതൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു വൈകുന്നേരം ആയിക്കോട്ടോ പോവുക. അങ്ങനെ ഇതാ എല്ലാവരും വന്ന് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.